ഉയർന്ന വിദ്യാഭ്യാസവും ഉയർന്ന വരുമാനവുമുള്ള സ്ത്രീകൾ വിവാഹം വൈകിപ്പിക്കുന്നു, അല്ലെങ്കിൽ വിവാഹത്തിനോട് താല്പര്യമില്ലായ്മ, ഇനി വിവാഹിതരാണെങ്കിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഉയർന്ന ഡൈവേഴ്സ് നിരക്കുകളിലേക്ക് പോകുന്നതായിട്ട് താങ്കളുടെ അനുഭവങ്ങളുണ്ടോ? ഈ കൗൺസിലിങ്ങിന് വരുമ്പോൾ ഒരുപാട് കേസുകൾ അങ്ങനെ വരുന്നത് അത്തരം കേളാണ്. അത് റൈസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അതിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് തോന്നുന്നുണ്ടോ? ഇല്ല, അത് പിന്നെ റയർ കേസായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. കാരണം സ്വാഭാവികമായിട്ടും ഒരാൾ കല്യാണം കഴിക്കുമ്പോൾ ഇണയെ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ പഠിക്കാനും ഉയർന്നു പഠിക്കാനും ജോബിന് പോകാനൊക്കെ ഉള്ള സാഹചര്യത്തിലുള്ള കുട്ടികളെ തന്നെയാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ സ്വാഭാവികമായിട്ടും ആ കുട്ടികൾക്ക് അങ്ങനെ വരാൻ ഒരു പ്രശ്നമല്ല. വേറെ ചില കുട്ടികൾ പറയാറുണ്ട്, അത് ചില ആളുകൾ എന്താ വെച്ചാൽ രക്ഷിതാക്കൾ ഇങ്ങനെ ചിന്തിച്ചിട്ട് ഇന്നത്തെ കാലത്ത് വല്ലാതെ പഠിപ്പിക്കേണ്ടതില്ല, പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ കല്യാണം കിട്ടാതെ ഈ പ്രായത്തിൽ പ്രായം കൂടിയാൽ കിട്ടാതെ വരും, പിന്നെ ഞാനൊക്കെ ഇപ്പോൾ കുറേ പഠിച്ചിട്ട് അപ്പം അങ്ങനെ ആയത് എന്ന ചിന്തയിൽ നിന്ന് വരുന്ന കാര്യമാണത്. അപ്പോൾ കുട്ടികൾ എന്താ വെച്ചാൽ വിവരം നേടുന്ന സമയത്ത് വിവരം നേടണം, വിവാഹപ്രായം എത്തണം, കൂടിയിട്ട് വിവാഹപ്രായത്തിൽ എത്തുകയും ചെയ്യണം. വിവരം നേടുന്നതിന് ഇന്ന് വിവാഹം തടസ്സമല്ലല്ലോ. നമ്മുടെ പഴയ കാലത്ത് തടസ്സമാണ്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്മായിമ്മ എന്താ പറഞ്ഞ അമ്മശക്ക് എന്താ പറഞ്ഞ അങ്ങനെയായി, പിന്നെ ഭർത്താവിന് പോലും ശരിക്കും റോളില്ലാത്തൊരു കാലം കഴിഞ്ഞു പോയി. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അവർക്കൊരു എല്ലാത്തിനും ഫ്രീഡാണ്, ഒരു പ്രശ്നമല്ല. അതുകൊണ്ട് തന്നെ ഈ വിവാഹം കഴിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വിദ്യാസമ്പന്നരായ ആളുകൾ കല്യാണം കഴിക്കുന്നതോട് കൂടി തന്നെ അവർക്ക് വിവരം നേടാൻ മാത്രമല്ല വീണ്ടും വീണ്ടും പല കോഴ്സും കണ്ടെത്തിയിട്ട് പഠിപ്പിക്കുകയും എങ്ങനെയെങ്കിലും ഒരു ജോബ് വേണം എന്ന് കഴിഞ്ഞാൽ മാത്രമല്ല ഇന്നത്തെ ഒരു കാലഘട്ടം, ഇനി വരുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ പണമില്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കാരണം എല്ലാം ചേഞ്ചാണ്, എല്ലാം മാറ്റം, എല്ലാത്തിനും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. മതിയാവില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ടാളും എന്താണ് ഒരു സ്കൂട്ടറിന്റെ ടയർ പോലെ പോകേണ്ടവരായിട്ട് വരിക. അവിടെ ആരും ഒരാൾ ഭരിക്കുന്നവരും ഒരാൾ ഭരിക്കപ്പെടുന്ന ആളും അങ്ങനെയൊന്നും ആകുന്നില്ല. ഇണകളും തുണകളുമായിട്ട് ഒന്നിച്ചു പോകുമ്പോൾ ഒരു വിഷയവും ആ പ്രശ്നത്തിലില്ല. പിന്നെ ഈ പണവും സമ്പാദ്യം എന്നൊക്കെ പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് എന്തിനാണ്? മരിച്ചു പോകുമ്പോൾ ആരും അത് കൊണ്ടുപോകുന്നില്ല എന്നുള്ള ഉറപ്പാണ്. പിന്നെ എന്തിനാണ് അത്? എൻ്റെ പ്രിയതമന് വേണ്ടിയിട്ട്, എൻ്റെ പ്രിയതമക്ക് വേണ്ടിയിട്ട് ഞാൻ ചെലവഴിക്കണം. അത് ഏറ്റവും പുണ്യമുള്ള കാര്യമായിട്ടാണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ വരുന്നതോട് കൂടിയിട്ട് കുടുംബത്തിൽ എന്തില്ല ഒരു പ്രശ്നമല്ല. എന്നാൽ ചില കേസുകളിലൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട്. എങ്ങനെ അവൾ പിന്നെ എനിക്ക് വിവാഹം വേണ്ട എന്ന് പറഞ്ഞാൽ അങ്ങനെ നീട്ടി കൊണ്ടുപോയി പിന്നെ പ്രായം 30 ആവും. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും കല്യാണം കഴിക്കുന്നവന്റെ പ്രായം 27 അവൻ തരിക, അവൾക്ക് 30 ആയിട്ടുണ്ടാവും. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും അത് വേണ്ടാന്ന് നോക്കും.